ബ്രോഡ്കാസ്റ്റിന്റെ ഫ്രീ എഡ്യൂക്കേഷൻ സെക്ഷനിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എവിടെയാ ക്ലാസ് 5ലെ സെക്കൻഡ് ചാപ്റ്റർ എത്തിയില്ലേ? സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചു? നമ്പേഴ്സിനെ എങ്ങനെ കൗണ്ട് ചെയ്യാന്ന് പഠിച്ചു. എത്ര വലിയ നമ്പർ എന്നാലും നമുക്കിപ്പോൾ കൗണ്ട് ചെയ്യാൻ അറിയാം. ഇനി അടുത്തത് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്തേക്കാം. അപ്പോൾ നോക്കി, ഇവിടെ 6 മാത്രമേ ഉള്ളൂടാ. ഒന്നും ഇതുകൂടെ ആകെ സിംഗിൾ ഡിജിറ്റ് അല്ലേ ഉള്ളൂ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? സിംഗിൾ ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ ഒരു അക്ക നമ്പർ എന്ന് പറഞ്ഞാൽ. ഇനി 2 പേരുണ്ട്. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഒന്നുകൂടി ഇട്ടു. ഇവിടെ എത്ര നമ്പറായി? 2 അക്കങ്ങളുണ്ട് അല്ലേ? 1 ഉണ്ട്. അപ്പം ഇപ്പോൾ 1 പകരം ഞാൻ 2 ഇട്ടു. 2 ഇട്ടു. ഇപ്പൊ 2 നമ്പേഴ്സ് ഉണ്ട്. 1 ഉണ്ട് 2 ഉണ്ട്. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്താ പറയാ? 2 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ 2 അക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ 3 എണ്ണം വരുമ്പോൾ എന്ത് പറയൂടാ? 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവരെന്ത് പറയും? 3 അക്ക സംഖ്യകൾ. കാരണം വീട്ടിൽ ആരൊക്കെ ഉണ്ട്? 3 പൊസിഷനിലെ ആൾക്കാരുണ്ട്, 3 ഡിജിറ്റുകളുണ്ട്, 3 സംഖ്യകളുണ്ട്. അതുകൊണ്ട് ഇവരെന്ത് പറയും? 3 അക്ക സംഖ്യകൾ അല്ലെങ്കിൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഇപ്പൊ 4 എണ്ണം വരാണെങ്കിലോ 4 ഇവിടെ ആർക്കുണ്ട്? 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 1 ഉണ്ട്. അല്ലെങ്കിൽ പോട്ടെ 4 4 ആണെന്ന് വിചാരിക്കാം. 4 എന്ത് തന്നെയാണ്? 4 തന്നെയെന്ന് വിചാരിക്കാം. എന്നാലും ഇവിടെ എത്ര തന്നെയുണ്ട്? 4 നമ്പേഴ്സ് ഇല്ലേ? 4 പൊസിഷനിലില്ലേ? ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയാ? 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഡിജിറ്റ് നമ്പേഴ്സ് പറയാം. അപ്പൊ നമ്മൾ ഇനി ഇവിടെ ആദ്യം എന്താ കണ്ടുപിടിക്കണേ? ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ്? 1 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ അക്കമുള്ള സംഖ്യകൾ ഏതൊക്കെ ഉണ്ടടാ? ഓക്കെ, ഒരെണ്ണുള്ളത് ആരൊക്കെയാ? 1 2 3 4 അങ്ങനെ ഇവിടെ വരെ ഉണ്ട്. 9 വരെയുള്ള ഈ സംഖ്യകളല്ലേ? ഇത്രയും പേര് എന്തുള്ളൂ? സിംഗിൾ ഡിജിറ്റ് ആയിട്ടുള്ള ഒരക്കമുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? ഈ 9 എണ്ണാണ് അല്ലേ? ഇനി 2 അക്കമുള്ള സംഖ്യകൾ എവിടെ നിന്നാ തുടങ്ങണേ? നോക്കി, 10 എന്നല്ലേ തുടങ്ങണേ? 10 തുടങ്ങി. 1 2 സംഖ്യയുണ്ട്. 11 12 13 14 ഇങ്ങനെ എവിടെ വരെ ഉണ്ടടാ? ഇങ്ങനെ പോയി എവിടെ വരെ പോവും? 99 വരെ എഴുതാം അല്ലേ? 99 വരെയുള്ള എല്ലാ സംഖ്യയിലും 2 അക്കങ്ങളല്ലേ ഉള്ളൂ. 99 കഴിഞ്ഞാലും ഇവിടെ 99 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാ? 100 എഴുതാൻ പറ്റുമോ 2 ഡിജിറ്റില്? കാരണം എന്താണ്? ഇവിടെ 1 പൊസിഷൻ, 2 പൊസിഷൻ, 3 പൊസിഷൻ. എത്ര പൊസിഷനിലുണ്ട്? 3 പൊസിഷനിലുണ്ട്. ഇത് ഏതാണ്? ഇതൊരു 3 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഒരക്കമുള്ള സംഖ്യകൾ ആരൊക്കെയാണ്? 1 തൊട്ട് 9 വരെ. എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. 2 ഡിജിറ്റ് നമ്പേഴ്സ്. 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാടാ? പിന്നെ എവിടെ തൊട്ടാ? 10 തൊട്ട് 99 വരെ ഉള്ളവരല്ലേ? 10 തൊട്ട് 99 എന്ന് പറയുമ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ടടാ? നോക്കി, ടോട്ടൽ എത്ര വരെ? 99 വരെ. ടോട്ടൽ നമ്പേഴ്സ് എത്ര എണ്ണം? 1 തൊട്ട് നോക്കുമ്പോൾ 99 എണ്ണം. ഇതിൽ എത്ര എണ്ണം സിംഗിൾ ഡിജിറ്റ് ആണ്? 9 എണ്ണല്ലേ സിംഗിൾ ഡിജിറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടേ 9 എണ്ണം എന്താണ്? ഈ 99 വരെ. 1 തൊട്ട് 99 വരെയുള്ള നമ്പേഴ്സിൽ ഫസ്റ്റത്തെ 9 എണ്ണം എന്താണ്? സിംഗിൾ ഡിജിറ്റാ. 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കൗണ്ട് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 99 ഈ സിംഗിൾ ഡിജിറ്റിന്റെ കൗണ്ട്, അതായത് 9 എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? 90 സിംഗിൾ 2 ഡിജിറ്റ് നമ്പേഴ്സ്. 90 എത്ര എണ്ണം ഉണ്ട്? 2 ഡിജിറ്റ് നമ്പേഴ്സ്. 2 അക്കമുള്ള സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട്? 90 എണ്ണം ഉണ്ട്. അതെങ്ങനെ കിട്ടിയേ? 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ അവസാനം എടുത്ത് വെച്ചേക്കുന്നത് എവിടെയാ? 99 ആ. എത്ര ഇതിൽ? 99 വരെ. 1 തൊട്ട് 99 വരെയുള്ള നമ്പേഴ്സിൽ എത്ര സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? 1 തൊട്ട് 9 വരെ. അതായത് എത്ര എണ്ണ? 9 എണ്ണം ഉണ്ട്. അപ്പൊ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കൗണ്ട് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക? 99 9 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 90 2 അക്ക സംഖ്യകളുണ്ട്. ഇനി 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കൗണ്ട് വെച്ച് നമ്മൾ എന്ത് പറയണോടാ? 3 ഡിജിറ്റ് നമ്പർ. 3 ഡിജിറ്റ് നമ്പർ എവിടെ നിന്നാ തുടങ്ങണേ? 99 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഏതാ? 100. 100 തൊട്ട് എന്ത് തുടങ്ങാണ്? 3 ഡിജിറ്റ് നമ്പർ തുടങ്ങണേ. ഇവിടെ എത്ര ഉണ്ട്? 1 2 3 അല്ലേ? 3 ഡിജിറ്റ് നമ്പർ എവിടെ നിന്നാ തുടങ്ങണേ? 100 നിന്നാ തുടങ്ങണേ. 100 നിന്ന് എവിടെ വരെ പോവും? 100 101 102 അങ്ങനെ ഇന്ന് എവിടെ വരെ പോവും? 999 അല്ലെങ്കിൽ 999 വരെ എവിടെ പോവും? 3 ഡിജിറ്റ് നമ്പേഴ്സ് പോവും. എവിടെ വരെ ഉണ്ട്? 100 മുതൽ 999 വരെ. എത്ര ഡിജിറ്റ് ഉണ്ടടാ? എവിടെ തൊട്ട് തുടങ്ങണേ? 100 മുതൽ 999 വരെ. എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പേഴ്സ് എത്ര എണ്ണ? 1 തൊട്ട് നോക്കുമ്പോൾ 999 നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ എത്ര എണ്ണം സിംഗിൾ ഡിജിറ്റ് ഉണ്ട്? എത്ര സിംഗിൾ ഡിജിറ്റ് ഉണ്ടടാ? എത്ര എണ്ണം ഉണ്ട് സിംഗിൾ ഡിജിറ്റ്? 9 എണ്ണം എന്താണ്? ഒരക്കമുള്ള സംഖ്യകളാണ്. പിന്നെ 90 എണ്ണം എന്താണ്? 2 ഡിജിറ്റ് നമ്പേഴ്സാ. അപ്പൊ 3 ഡിജിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരക്കമുള്ള സംഖ്യകളെയും 2 അക്കമുള്ള സംഖ്യകളെയും കളഞ്ഞാൽ പോരെ? 1 തൊട്ട് എണ്ണി തുടങ്ങുമ്പോൾ 999 വരെയുള്ള നമ്പേഴ്സ് ആണ് എന്ത്? 3 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിൽ 1 തൊട്ട് 9 വരെയുള്ളവരാരാണ്? സിംഗിൾ ഡിജിറ്റ് ആണ്. സിംഗിൾ ഡിജിറ്റിന്റെ കൗണ്ട് എത്രയാണ്? 9 ആണ്. ഇനി 2 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ 2 അക്കമുള്ള സംഖ്യകൾ എവിടെ വരെ ഉണ്ടടാ? എത്ര എണ്ണം ഉണ്ട്? 10 മുതൽ 99 വരെ. എത്ര എണ്ണം ഉണ്ട്? 90 എണ്ണം ഉണ്ടല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കണ്ടുപിടിക്കാനായിട്ട് 999 ഇങ്ങനെ കുറച്ചാൽ മതി. അതായത് 999 മൈനസ് 9 പ്ലസ് 90 എത്രയാണ്? 99 അല്ലേ? കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? 900 കിട്ടിയില്ല. എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്?
900 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി 4 ഡിജിറ്റ് നമ്പേഴ്സിന്റെ എണ്ണം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? 4 ഡിജിറ്റ് എവിടെ നിന്ന് ആടാതെ തുടങ്ങണേ? 4 ഡിജിറ്റ് എവിടെ നിന്നാ? 1000 നോക്കി, 1000 1 2 3 4 പൊസിഷൻ ആയില്ലേ? 4 ഡിജിറ്റ് നമ്പേഴ്സ് എവിടെ നിന്നാ തുടങ്ങണേ? 1000 തുടങ്ങണേ. 1000 തൊട്ട് എവിടെ വരെ? 9999, 9999 വരെ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഏതാ? നമ്മുടെ 10,000 അല്ലേ? അതിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 എണ്ണം ഉണ്ടല്ലേ? ഇതിൽ 10,000 ആയി കഴിയുമ്പോൾ അത് എന്തായി? 5 ഒക്കെ ഉള്ളതാ. അപ്പൊ നമ്മൾ 4 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കൗണ്ട് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഏത് ഏറ്റവും വലിയ നമ്പർ? 9999 അല്ലെങ്കിൽ 9999. ഇതിന് നമ്മൾ ആരൊക്കെ കുറയ്ക്കണം? സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സിനൊക്കെ കളയണം. സിംഗിൾ ഡിജിറ്റ് എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം. 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട്? നമ്മൾ എഴുതി വെച്ചേക്കണേ 90 എണ്ണം. 9 + 90 പ്ലസ് 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണ? 900. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ 9999 ആരെ കുറയ്ക്കണം? 999 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 9000 കിട്ടും അല്ലേ? നമുക്ക് എത്ര എണ്ണം കിട്ടി? 9000 കിട്ടി. അപ്പൊ 4 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 9000 ഉണ്ട്. ഓക്കെ അല്ലേ? നമ്മൾ ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഹാവിംഗ് ബോത്ത്. ഓക്കെ, നമ്മളിപ്പോൾ ഡിജിറ്റ് പറഞ്ഞു. എത്ര എണ്ണം ഉണ്ട്? സിംഗിൾ ഡിജിറ്റ് ഉള്ളത് 9 എണ്ണം, 2 ഡിജിറ്റ് ഉള്ളത് 90 എണ്ണം, 3 ഡിജിറ്റ് ഉള്ളത് 900 എണ്ണം, 4 ഡിജിറ്റ് ഉള്ളത് എത്ര എണ്ണം? 9000 എണ്ണം. അപ്പോൾ 5 ഡിജിറ്റ് ഉള്ളത് എത്ര എണ്ണം ഉണ്ടാവും? 90,000 കേട്ടോ. ഇങ്ങനെ എണ്ണി പോയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ചോദിച്ചേക്കണേ എന്താ? ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഹാവിംഗ് ബോത്ത് 1 and 3. ഈ 1 ഉം 3 ഉം യൂസ് ചെയ്തിട്ട്, 1 ഉണ്ട് 3 ഉണ്ട്, ഇവരെ യൂസ് ചെയ്തിട്ട് എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാൻ പറ്റുന്ന? 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 2 പൊസിഷൻ ഉണ്ട്. 2 പേരിൽ വെക്കാൻ ഏതൊക്കെ നമ്പർ ഉണ്ട്? 1 ഉണ്ട് 3 ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ നമ്പർ ഞാൻ എന്ത് എഴുതി? 13 എഴുതി. ഇനി വേറൊരു 3 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? 2 ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞാൽ എന്ത് പറ്റുള്ളൂ? 31 പറ്റുള്ളൂ അല്ലേ? 1 ഉം 3 യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒന്നില്ലെങ്കിൽ 13 എഴുതാം, അല്ലെങ്കിൽ നമ്മൾ എന്തെഴുതൂടാ? 31 എഴുതും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഹാവ് ദ 3 ഡിജിറ്റ് 1 3 and 5? നമുക്ക് എത്ര നമ്പർ ഉണ്ടാക്കണ്ടേ? 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണ്ടേ? ഏതൊക്കെ നമ്പേഴ്സാ? 3 ഡിജിറ്റ് നമ്പർ. 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ അതിൽ എത്ര എണ്ണം ഉണ്ട്? 3 പൊസിഷൻ ഉണ്ടാവും അല്ലേ? അപ്പൊ ഈ 3 പൊസിഷനിലുള്ള നമ്പേഴ്സ് ഉണ്ടാക്കണം. ഏതൊക്കെ സംഖ്യകൾ യൂസ് ചെയ്തിട്ട്? 1 3 5 ഇവര് മാത്രം മതി. നമ്മൾ നേരത്തെ 3 ഡിജിറ്റ് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? എല്ലാ 3 ഡിജിറ്റും നോക്കിയായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് മാത്രം മതി? 1 3 5 ഈ 3 നമ്പേഴ്സ് വരുന്ന 3 ഡിജിറ്റ് മാത്രം മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് ആരെ വെക്കാം? 1 വെക്കാം. ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ ആരെ വെക്കാം? 1 വെക്കാം. അല്ലെങ്കിൽ ആരെ വെക്കാടാ? 3 വെക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ 5 വരാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് പൊസിഷനിൽ വെക്കാൻ പറ്റിയ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ 1, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 5. ഇതിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫസ്റ്റ് പൊസിഷനിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ വെക്കാൻ പറ്റിയ നമ്പേഴ്സിന്റെ എണ്ണം ഏതൊക്കെ നമ്പേഴ്സ് വെക്കാം? നമുക്ക് അവിടെ ഉള്ള ചാൻസാ പറയണേ. അത് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഇനി സെക്കൻഡ് ഡിജിറ്റിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഫസ്റ്റ് പൊസിഷനിൽ ഞാൻ ആരെ വെച്ചു? 1 വെച്ചു. ഫസ്റ്റ് പൊസിഷനിൽ ഞാൻ ആരെ വെച്ചു? 1 വെച്ചു. 1 അവിടെ ഫിക്സ്ഡ് ആണ്. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് ഏതാ? 1 പോയി, നമ്മൾ 1 ഉപയോഗിച്ചു. ബാക്കി ഇനി അവിടെ ആരുണ്ട്? 3 ഉണ്ട് 5 ഉണ്ട്. ഇതിൽ ആരെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് പൊസിഷനിൽ വെക്കാം അല്ലേ? സെക്കൻഡ് പൊസിഷനിൽ ഒന്നില്ലെങ്കിൽ ആരെ വെക്കാം? 5 വെക്കാം, അല്ലെങ്കിൽ 3 വെക്കാം. ഒന്നില്ലെങ്കിൽ 3 വെക്കാം, അല്ലെങ്കിൽ 5 വെക്കാം. സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ഒന്നില്ലെങ്കിൽ 3ക്ക്, അല്ലെങ്കിൽ 5ന്. എത്ര നമ്പേഴ്സ് ഉണ്ട് അവിടെ വെക്കാൻ? 2 നമ്പേഴ്സ് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ എന്ത് പറയാണ്? സെക്കൻഡ് പൊസിഷനിൽ ഞാൻ 3നെ പ്ലേസ് ചെയ്തു. സെക്കൻഡ് പൊസിഷനിൽ ഞാൻ ആരെ വെച്ചു? 3 വെച്ചു. അപ്പൊ 3യുടെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആര് മാത്രമേ ഉള്ളൂ? 5 മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് പൊസിഷനിൽ വെക്കാൻ പറ്റിയ നമ്പർ ഏതാ? 5 മാത്രം, അതായത് ഒരെണ്ണം. അപ്പൊ ടോട്ടൽ നമ്പർ ചാൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 × 2 × 1. 3 എവിടെ നിന്നാ വന്നേ? ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് ഇഷ്ടമുള്ള 3 നമ്പറും വെക്കാം. അപ്പൊ നമ്പർ ഓഫ് ചാൻസ് എത്രയാ? 3 ആ. സെക്കൻഡ് പൊസിഷനിൽ വെക്കാൻ 2, ലാസ്റ്റ് പൊസിഷനിൽ വെക്കാൻ 1. അപ്പൊ നമ്മൾ ഇതിലേക്ക് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? 3 × 2 6, 6 × 1 6 തന്നെ. ടോട്ടൽ എത്ര ചാൻസ് ഉണ്ട്? 6 നമ്പേഴ്സ് ഉണ്ട്. ഈ 3 നമ്പർ യൂസ് ചെയ്ത് 6 3 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ? നമുക്കിനി എന്താ കണ്ടുപിടിക്കണ്ടേ? 4 ഡിജിറ്റ് നമ്പേഴ്സാ. 4 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെ നമ്പർ യൂസ് ചെയ്തിട്ട്? 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. അപ്പൊ ഈ 4 നമ്പർ യൂസ് ചെയ്ത് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന നോക്കണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? 4 ചാൻസ് എഴുതി. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് ആരെ വെക്കാം? 1നെ വെക്കാം. ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ ഞാൻ ആരെ വെച്ചു?
1 വെച്ചു. നമ്മുടെ ഇഷ്ടമാണ്. എനിക്ക് ഇപ്പൊ ഞാൻ 1 വെക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഒരാൾ എന്ത് ചെയ്യും? വേണമെങ്കിൽ 3 വെക്കും. വേറൊരാൾ എന്ത് ചെയ്യും? ചിലപ്പോ 5 വെക്കും, അല്ലെങ്കിൽ 7 വെക്കും. ഇതിൽ ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വെക്കാം. ഇപ്പൊ ഈ 4 നമ്പേഴ്സ് വേണമെങ്കിൽ എവിടെ വരാം? ഫസ്റ്റ് പൊസിഷനിൽ വരാം. ഫസ്റ്റ് പൊസിഷനിൽ ഇത് വരും. ഈ 4 നമ്പേഴ്സിന് വേണമെങ്കിലും വരാൻ പറ്റും. പക്ഷേ സെക്കൻഡ് പൊസിഷനിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കട്ടെ, നമ്മൾ വിചാരിക്കുകയാണ് നമ്മളെല്ലാവരും ഫസ്റ്റ് പൊസിഷനിൽ വെച്ചത് ആരെ തന്നെയാ? 1 തന്നെയാന്ന് വിചാരിക്കുക. ഫസ്റ്റ് പൊസിഷനിൽ ഞാൻ ആരെ വെച്ചേ? 1 തന്നെയാണ് വെച്ചേ. ഫസ്റ്റ് പൊസിഷനിൽ 1 തന്നെ വെച്ചു. നമ്മൾ 4 പേര് എന്തെന്നെ വെക്കാണ്? 1 തന്നെ വെക്കാണ്. പക്ഷേ സെക്കൻഡ് പൊസിഷനിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ വെച്ച് വന്നപ്പോൾ നമ്മളെല്ലാവരും ഫസ്റ്റ് പൊസിഷനിൽ 1 വെച്ചു. സെക്കൻഡ് പൊസിഷനിൽ ആരെ വെക്കാൻ പറ്റില്ല? 1 വെക്കാൻ പറ്റില്ല. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ആരുള്ളൂ? 3, 5, 7 ഉള്ളൂ. അതിൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ 3 കൊണ്ടുപോയി സെക്കൻഡ് പൊസിഷനിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളിൽ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? 5 കൊണ്ടുപോയി സെക്കൻഡ് പൊസിഷനിൽ വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യാം? 7 വെക്കാം. ഇതിൽ 3 ചാൻസ് നമുക്കുണ്ട്. സെക്കൻഡ് പൊസിഷനിൽ വെക്കാൻ ആരൊക്കെയുണ്ട്? 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ഇതിൽ ആരെ വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് പൊസിഷനിൽ ഇടും. അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ വെക്കാൻ പറ്റിയ നമ്പേഴ്സിന്റെ എണ്ണം എത്ര എണ്ണം ഉണ്ട്? 1, 2, 3. അങ്ങനെ 3 എണ്ണം വെച്ചൂടെ? അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ വരാൻ പറ്റിയ നമ്പേഴ്സ് എത്ര എണ്ണം? 3 എണ്ണം. പിന്നെയും വിചാരിക്കുക നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെക്കൻഡ് പൊസിഷനിൽ ഞാനും നിങ്ങളൊക്കെ എന്ത് തന്നെ വെച്ചു? 3 തന്നെ വെച്ചെന്ന് വിചാരിക്കാം. കോയിൻസിഡൻസ്. ഇനിയിപ്പം മൂന്നാമത്തെ പൊസിഷനിൽ ആരൊക്കെ വെക്കാൻ പറ്റുള്ളൂ? 1 തീർന്നു, 3 തീർന്നു അല്ലേ? ഈ 5 7 അല്ലേ ഉള്ളൂ. ഇല്ല ചിലപ്പോൾ നമ്മളെല്ലാവരും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഞാനിപ്പോൾ 5 വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ എന്ത് വെച്ചിട്ടുണ്ടാവും? 7 വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നേരെ തിരിച്ചും വരാം. അപ്പം ഞാനൊന്നില്ലെങ്കിൽ എന്ത് വെക്കുന്നുണ്ടാവും? 7 വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ എന്ത് വെച്ചിട്ടുണ്ടാവും? 5 വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണെങ്കിലും സെക്കൻഡ് പൊസിഷനിലേക്ക് നമുക്ക് ആര് മാത്രമേ ഉള്ളൂ? 7ഉം 5ഉം മാത്രമല്ലേ ഉള്ളൂ. എത്ര നമ്പേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ? 2 നമ്പേഴ്സ് ഉണ്ട്. സെക്കൻഡ് പൊസിഷനിൽ വെക്കാൻ പറ്റിയ നമ്പേഴ്സ് എത്ര എണ്ണ? 2 എണ്ണാണല്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കുക സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ രണ്ടുപേരും എന്ത് വെച്ചു? 7 വെച്ചു. ലാസ്റ്റ് പൊസിഷനിൽ എല്ലാവരും അപ്പം എന്തേ വെക്കാൻ പറ്റുള്ളൂ? 7 തീർന്നുകൊണ്ട് തന്നെ നമുക്ക് ആര് മാത്രമേ പറ്റുള്ളൂ? 5 മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ലാസ്റ്റ് നമ്പർ വെക്കാൻ പറ്റിയത് 1 ഡിജിറ്റ്. അപ്പൊ ടോട്ടൽ നമ്പർ ഫോം ചെയ്യാൻ പറ്റിയത് ഏതൊക്കെയാ? 4 × 3 × 2 × 1. 4 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. 12 × 2 പറയുമ്പോൾ എന്ത് വരും? 12 × 2 എത്രയാടാ നോക്കി? 2 × 2 4. 1 × 2 2 വന്നു. എത്ര വന്നു? 24 വന്നു. 24 × 1 പറഞ്ഞാൽ ആര് തന്നെയാ? 24 തന്നെയാണ്. അപ്പൊ ഈ 4 നമ്പേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് 24 4 ഡിജിറ്റ് നമ്പേഴ്സ് ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്ത കണക്ക് നോക്കി. അടുത്ത കണക്ക് എന്താ പറഞ്ഞേക്കണേ? ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പോസിബിൾ യൂസിങ് 0 1 3 5. ഏതൊക്കെ നമ്പേഴ്സ് ഉള്ളേ? 0 ഉണ്ട്, 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? എങ്ങനത്തെ നമ്പേഴ്സ് ഉണ്ടാക്കണ്ടേ? 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണ്ടേ. ഈ 4 ഡിജിറ്റ് നമ്പേഴ്സിൽ ഫസ്റ്റ് ഉണ്ടെങ്കിൽ 0 വെക്കാൻ പറ്റുമോ? അപ്പം നമ്മളെല്ലാവരും നമ്പേഴ്സ് ഉണ്ടാക്കുകയാണ്. നമ്പേഴ്സ് ഉണ്ടാക്കിയപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ എന്ത് ചെയ്യാണ്? 0 കൊണ്ടുപോയി ഫസ്റ്റ് ഇടാണ്. 0 കൊണ്ടുപോയി ഫസ്റ്റ് ഇട്ട് ഞാൻ പിന്നെ ബാക്കിയുള്ളത് എഴുതിയെന്ന് വെച്ചോട്ടെ. 135. ഇങ്ങനെ നമ്മൾ എങ്ങനെയാ വായിക്കുള്ളൂ? 135 വായിക്കുള്ളൂ. 0 ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തില്ല? വാല്യൂ ഇല്ല. നമ്മൾ പറഞ്ഞണ്ടേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 0 ഫസ്റ്റ് പൊസിഷനിൽ ഇടാൻ പറ്റില്ല. 0 എന്ത് ചെയ്യാൻ പറ്റില്ല? ഫസ്റ്റ് പൊസിഷനിൽ ആർക്കും എഴുതാൻ പറ്റില്ല. നമുക്ക് എന്തൊക്കെ വെക്കാൻ പറ്റുള്ളൂ? 1 വെക്കാം, 3 വെക്കാം, 5 വെക്കാം. ഫസ്റ്റ് പൊസിഷനിൽ വെക്കാൻ പറ്റുന്ന നമ്പേഴ്സിന്റെ എണ്ണം ഏതൊക്കെയാണ്? 1 വെക്കാം, 3 വെക്കാം, 5 വെക്കാം. എത്ര നമ്പേഴ്സ് വെക്കാം? 3 നമ്പേഴ്സ് അല്ലേ? ഇപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്ന നമ്പേഴ്സിന്റെ എണ്ണം 3. ഓക്കെ, ഫസ്റ്റ് പൊസിഷനിൽ ഇപ്പൊ നമ്മൾ 1 വെച്ചു എന്ന് വിചാരിക്കാം. നമ്മൾ എല്ലാവരും ഫസ്റ്റ് പൊസിഷനിൽ ആരെ തന്നെ വെച്ചു? 1 തന്നെ വെച്ചു എന്ന് വിചാരിക്കാം. 1 പോയി. ഇപ്പൊ ബാക്കി ഏതൊക്കെ നമ്പർ ഉണ്ട്? 0 3 5. ഇനി ഇപ്പൊ 0 നമുക്ക് വെച്ചൂടെ? 0 സെക്കൻഡ് പൊസിഷനിൽ വന്നെന്ന് വെച്ചാൽ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. 0 നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് പൊസിഷനിൽ വെക്കാം. ഫസ്റ്റ് പൊസിഷനിൽ വെക്കാൻ പറ്റുന്ന നമ്പേഴ്സിന് ഏതൊക്കെയാ? 3 നമ്പേഴ്സേ വെക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെയായിരുന്നു? 1 3 5 പിന്നെ 0. ഒരിക്കലും നമുക്ക് 0 വെക്കാൻ പറ്റില്ല. 1 3 5. അപ്പൊ ആരൊക്കെ വെക്കാൻ പറ്റുള്ളൂ? ഈ 3 നമ്പേഴ്സിനെ വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് ആരെ പ്ലേസ് ചെയ്യാം? 0 പ്ലേസ് ചെയ്യാം. എന്തുകൊണ്ടാ? 0 രണ്ടാമത്തെ പൊസിഷനിൽ നിന്ന് വെച്ച് കുഴപ്പമില്ല, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ സെക്കൻഡ് പൊസിഷനിൽ വെക്കാൻ പറ്റിയത് ആരൊക്കെയാ? 0 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ എത്ര നമ്പേഴ്സ് ആണ്? 3 നമ്പേഴ്സ് ഉണ്ട്. ഇനി ഫോർത്ത് പൊസിഷനിൽ ഇപ്പൊ ഞാനിവിടെ 0 വെച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് ആരെ വേണമെങ്കിലും വെക്കാം. 0 വെക്കാം, 3 വെക്കാം, 5 വെക്കാം. അപ്പൊ എനിക്ക് ഇഷ്ടം തോന്നി നമ്മൾ എന്ത് ചെയ്തു? നമ്മളെല്ലാവരും കോയിൻസിഡൻസ് ആയിട്ട് 0 വെച്ചു. ഇനി ഇപ്പൊ 0 പോയി. 0 പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ തേർഡ് പൊസിഷനിൽ വെക്കാൻ ആരൊക്കെ ഉണ്ട്? 2 നമ്പേഴ്സ് അല്ലേ ഉള്ളൂ. ഒരാളെന്നില്ലെങ്കിൽ 5 വെക്കും, അല്ലെങ്കിൽ വേറൊരാൾ എന്ത് ചെയ്യും? 3 വെക്കും. ഈ 2 ഓപ്ഷനേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ നമ്മൾ തേർഡ് പൊസിഷനിൽ വെക്കാനായിട്ട് എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഇനി ഇപ്പൊ നമ്മളെല്ലാവരും ഇനിയിപ്പോ വിചാരിക്കുക 5 പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മളെല്ലാവരും എന്ത് പ്ലേസ് ചെയ്തു? 5 പ്ലേസ് ചെയ്തു. ഇനി ലാസ്റ്റ് പൊസിഷനിൽ ആര് മാത്രമേ ഉള്ളൂടാ? 3 ഉള്ളൂ. ലാസ്റ്റ് പൊസിഷനിൽ വെക്കാൻ പറ്റിയ ഓപ്ഷൻ എത്ര എണ്ണ? 3 എണ്ണം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഇവിടെ എത്ര എണ്ണം വന്നു? 3 × 3 × 2 × 1. 3 × 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 9 ആണ്. 9 × 2 18 വന്നു. 18 × 1 എത്ര തന്നെയാണ്? 18 തന്നെയാണ്. ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഇത്ര നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യണം,
എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ നോക്കി. അപ്പൊ ഇത്രേ ഉള്ളൂ എന്ത് നമ്മുടെ ചാപ്റ്റർ. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.